പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ജീവിതങ്ങൾ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് അനുഗ്രഹപ്രദമാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തിൽ നിന്നും ജീവനും ഓജസ്സും സ്വീകരിച്ച് വചനത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്റെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നമ്മള് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ മോചനത്തെ സംബന്ധിച്ച പ്രബോധനത്തെ കുറിച്ചാണ് അവിടെ തുടങ്ങിയാണ് ഇന്നത്തെ ക്ലാസ് കാണാനായിട്ട് സാധിക്കുന്നത്. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വെല്ലുവിളിയാണ് വിവാഹ ബന്ധത്തെ കുറിച്ചുള്ള യേശുവിന്റെ പ്രബോധനം. ഇവിടെ വിവാഹം നമുക്കറിയാം, ദൈവമാണ് ആശീർവദിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് മാത്രമല്ല, ഈശോയെ നമ്മുടെ കൂടെയുണ്ട്. ഇതൊരു ഉദാശയാണ്. അതുകൊണ്ട് തന്നെ ഈശോ കൂടെയുള്ള ഒരു ജീവിതമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരു ശരീരമാകിയാൽ ഭാര്യ ഭർത്തൃബന്ധം ഇല്ലാതാക്കാനാവില്ലെന്നും വിവാഹമോചനവും പുനർവിവാഹവും അനുവദനീയമല്ലെന്നാണ് യേശുവിന്റെ നിലപാട്. യൂസ് ആൻഡ് ത്രോ ഒരു കൾച്ചറിലെ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോഴേക്കും ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തുകയാണ്. പല കാരണങ്ങൾ അതിനുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും വിവാഹത്തിന്റെ പവിത്രത പലപ്പോഴും നഷ്ടപ്പെടുന്നതായി കാണുന്നു. അപ്പൊ വിവാഹത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ശരീരമാകയാൽ ഭാര്യ ഭർത്തൃബന്ധം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഈശോ കറക്റ്റായിട്ട് പഠിപ്പിക്കുകയാണ്, വിവാഹമോചനവും പുനർവിവാഹവും അനുവദനീയമല്ലെന്നതിനെയാണ് ഈശോ പഠിപ്പിക്കുന്നത്. പൂർവികരുടെ പാരമ്പര്യങ്ങളോടുള്ള യേശുവിന്റെ നിലപാട് എപ്പോഴും ഫരിസയർക്ക് ഒരു തർക്കവിഷയമായിരുന്നു. 2:1-3-6 നമുക്കിത് കാണാനായിട്ട് സാധിക്കും. പൂർവികരുടെ പാരമ്പര്യങ്ങളെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുക എന്നായിരുന്നു യേശുവിന്റെ നിലപാട്. യേശു എന്ത് ചെയ്താലും പൂർവികരുടെ പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഫരിസയര് യേശുവിന്റെ അടുത്ത് ഒരു ആർഗ്യുമെന്റിന് വരുമായിരുന്നു. എന്നാൽ ഈശോ ആ പൂർവികരുടെ പാരമ്പര്യങ്ങളെ ഒരിക്കലും തള്ളിക്കളയാറില്ല. അതിനെ ദൈവവചനത്തിന്റെ വെളിച്ചത്തില് വിലയിരുത്തി വിമർശിക്കുകയും ചെയ്യാണ് യേശുവിന്റെ നിലപാട്. അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവർ ഇവിടെയും കൊണ്ടുവരുന്നത്. പൂർവികരുടെ പാരമ്പര്യങ്ങൾ പറയുന്നത് നിനക്ക് അറിഞ്ഞുകൂടെ എന്നുള്ളത്. ഇവിടെ ഫരിസയർ യേശുവിനോട് ചോദിക്കുകയാണ്, വിവാഹമോചനത്തിന് സാധുവായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ല, മറിച്ച് വിവാഹമോചനം നിയമാനുസൃതമാണോ അല്ലയോ എന്നാണ്. ഇപ്പൊ അവർക്ക് അതിന്റെ അർത്ഥം ഇവർക്ക് അതിന്റെ കാരണങ്ങൾ അറിയാത്തവരല്ല, കാരണം ഇവർക്കറിയാം വിവാഹമോചനം എപ്പോഴാണ് നടത്തേണ്ടതെന്ന്. യേശുവിനൊരു ട്രാപ്പിലിടാൻ വേണ്ടി ചോദിക്കുകയാണ്, വിവാഹമോചനം നിയമാനുസൃതമാണോ അല്ലയോ എന്നുള്ളത്. വിവാഹമോചനം നിയമാനുസൃതമാണെന്ന് ഫരിസയർ എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഇതിന് അവരുടെ ആധാരമായി നിലകൊണ്ടിരുന്നത് നിയമാവർത്തനം 24:1-4 വചനങ്ങളായിരുന്നു. അത് നമുക്ക് ഇവിടെ കാണാം എന്താ കാര്യം എന്നുള്ളത്. എന്നാൽ ഭാര്യയിൽ അസ്വീകാര്യമായത് എന്തെങ്കിലും കണ്ടാൽ ഭർത്താവ് അവൾക്ക് ഉപേക്ഷാപത്രം കൊടുത്ത് പറഞ്ഞു വിടുന്നതിനെ കുറിച്ചാണ് നിയമാവർത്തനം 24:1-4 പ്രതിപാദിക്കുന്നത്. ഭാര്യയില് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാല് ഭർത്താവിന് ഭാര്യയെ ഒരു ഉപേക്ഷാപത്രം കൊടുത്തിട്ട് പറഞ്ഞു വിടാനുള്ള ഒരു നിയമം ഉണ്ട്. പ്രധാനമായും 2 നിലപാടുകളാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഒന്ന്, റബി ഷമ്മായുടെ ശിഷ്യന്മാരുടെ അഭിപ്രായത്തില് വ്യഭിചാര കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭാര്യയെ ഉപേക്ഷിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടായിരുന്നുള്ളൂ. അന്ന് നിലവിലിരുന്ന 2 സ്കൂളുകളിലാണ്. അതിൽ ഒന്നാമത്തെ സ്കൂളാണ് ഷമ്മായുടെ സ്കൂള്, റബി ഷമ്മായുടെ സ്കൂള്. അവരുടെ അഭിപ്രായത്തില് ഭാര്യ വ്യഭിചാര കുറ്റം ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന് അവളെ ഉപേക്ഷിക്കാനായിട്ട് അവകാശമുണ്ട്. എന്നാൽ ഹില്ലേ എന്ന് പറഞ്ഞ വേറൊരു സ്കൂളുണ്ട്. ആ സ്കൂളുകളുടെ അവരുടെ അനുയായികളുടെ അഭിപ്രായത്തില് ഭർത്താവിന് അപ്രീതികരമായത് എന്തെങ്കിലും ഭാര്യ ചെയ്താല് അത് വിവാഹമോചനം നേടുവാൻ സാധ്യമായ കാരണമായിരുന്നു. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഭാര്യ ചെയ്താല്
അത് അവർക്ക് ഒരു വേഷപത്രം കൊടുത്ത് വിവാഹമോചനം നേടുവാനായിട്ട് അത് സാധുവായ കാരണമായിരുന്നു. അപ്പൊ രണ്ട് കാരണങ്ങളാണ്. ഇത് ഫരിസയർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ കാലത്ത് വിവാഹമോചനത്തിന് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വേറെ സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹമോചനം ചെയ്യുകയും സ്വതന്ത്രയാക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയ കടലാസ് ഭർത്താവ് ഭാര്യയ്ക്ക് കൈമാറിയാൽ മാത്രം മതിയായിരുന്നു. അപ്പൊ നോക്കുക, എന്തുമാത്രം ഒരു പവിത്രമായ ഒരു കർമ്മത്തെയാണ് വെറും ഒരു കടലാസിൽ എഴുതി ഭാര്യയെ ഇവിടെ ഉപേക്ഷിക്കുന്നത്. ഭർത്താവ് ഒരു കടലാസിൽ എഴുതി കൊടുക്കുകയാണ്, ഇന്ന് എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹമോചനം ചെയ്യുകയും സ്വതന്ത്രയാക്കുകയും ചെയ്യുന്നു. അതായത് ഈ ഭർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രയാക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയ കടലാസ് ഭാര്യയ്ക്ക് കൈമാറിയാൽ അവിടെ വിവാഹമോചനം നടത്തിയാണ്. വിവാഹമോചനം നിയമാനുസൃതമാണെന്നും നിയമാവർത്തനം 24:1-4 അതിന്റെ അടിസ്ഥാനം എന്തെന്നും ഫരിസയർക്ക് അറിയാവുന്ന കേസാണ്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10:34 അവർ ചോദിക്കുന്നത് വിവാഹമോചനം നിയമാനുസൃതമാണോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവരിത് യേശുവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അറിയാനുള്ള ആഗ്രഹത്തിന്റെ പേരിലൊന്നല്ല, മറിച്ച് യേശുവിനെ അപകടപ്പെടുത്താനുള്ള ആവേശത്തിന്റെ പേരിലാണ് അവർ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ചില ആളുകൾ നമുക്കറിയാലോ, ഒരു ക്രുക്കഡായിട്ട് വന്നാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വളരെ ശുദ്ധ മനസ്കരെ അതില് ചെന്ന് പെടുകയും ചെയ്യും. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, വിവേകത്തിന്റെ ഇതില്ലാതെ പെരുമാറുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അപകടത്തിൽ ചെന്ന് പെടും. അപ്പൊ ഇവിടെ യേശുവിനോട് അവർ ചോദിക്കുന്നത് അതിന് നിയമം അറിയാത്തതിന്റെ പേരിലല്ല, യേശുവിനെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുള്ളത് കൊണ്ടാണ്. 10:3 ഫരിസേയരുടെ ഇടയിലുണ്ടായിരുന്ന ദൈവശാസ്ത്രവാദ പ്രതിവാദങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ ദൈവവചനത്തിലേക്ക് അവരുടെ ചോദ്യകർത്താക്കളെ ഇവിടെ ഈശോ ക്ഷണിക്കുകയാണ്. അപ്പോ ഇവിടെ ഈശോ ചോദ്യകർത്താക്കളെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുകയാണ്. ഫരിസേയരുടെ ഇടയിലെ എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന ആധികാരികമായ ദൈവവചനത്തെ ആധാരമാക്കിയാണ് സംസാരിക്കാനോട് ഈശോ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അവര് ഈശോയെ കുടുക്കലാക്കാൻ ആഗ്രഹിക്കുന്ന നിയമാനുസൃതമാണെന്നൊക്കെ ചോദിച്ചു വന്നെങ്കിലും ഈശോ ഇവരുടെ എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന ഒരു ദൈവവചനത്തെ ആധാരമാക്കിയിട്ട് സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ക്ലിയർ ആക്കുകയാണ് ചെയ്യുന്നത്. 10:4-5 പറയുന്നുണ്ട്, വിവാഹമോചനം നടത്താൻ മോശ നൽകിയ അനുവാദത്തെ ദൈവേഷ്ടമായിട്ടാണ് ഫരിസയർ പരിഗണിച്ചത്. 10:4-5 നമ്മൾ വായിക്കുന്നു, അവർ പറഞ്ഞു, ഉപേക്ഷ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നുള്ളത്. അപ്പൊ അവിടെ അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് മോശ ഈ നിയമം അവർക്ക് നൽകിയത്? വാസ്തവത്തില് മനുഷ്യന്റെ പാപാവസ്ഥയും ഹൃദയ കാഠിന്യവും സൃഷ്ടിച്ചേക്കാവുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ മോശ നൽകിയ അനുവാദമാണ് വിവാഹമോചനം. മനുഷ്യന്റെ പാപാവസ്ഥയും ഹൃദയ കാഠിന്യവും സൃഷ്ടിച്ചേക്കാവുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയില് മോശ നൽകിയ അനുവാദമാണ് വിവാഹമോചനം. എന്താണ് ഇവിടെ മനുഷ്യന്റെ പാപാവസ്ഥയും ഹൃദയ കാഠിന്യവുമായിട്ട് നിലകൊള്ളുന്നത്? ഇപ്പോ ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടക്കേട് തോന്നിയിട്ട് അവളെ നിരന്തരം ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമില്ല എന്ന് അത് ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസില് മോശ ഒരു നിയമം പറയാണ്, ഭാര്യയെ വിവാഹമോചനം നൽകി പറഞ്ഞയക്കാൻ. കാരണം ഭാര്യയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എപ്പോഴും ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുക, മുറിവേൽപ്പിക്കുക, ഒരു സമാധാന സ്വസ്ഥതയില്ല. അപ്പൊ അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് മോശ അവർക്കൊരു നിയമം ലഘൂകരിച്ചിട്ട് പറയാണ്, വിവാഹമോചനം നൽകി അവളെ പറഞ്ഞയക്കാനായിട്ട്. ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന നരകയാതനയിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിക്കുക എന്നതായിരിക്കും ഇവിടെ മോശ ഉദ്ദേശിച്ചത്. അല്ലാതെ വിവാഹത്തിന്റെ പവിത്രത അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന നരകയാതനയിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിക്കുക എന്നതാണ് ഇവിടെ മോശ ഉദ്ദേശിച്ചത്. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ പുരുഷന്മാരുടെ ഒരു മേധാവിത്വം ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നും നമ്മൾ ചില ഭവനങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്.
രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് എന്നുള്ളത് മറന്ന് ഒരാൾ മറ്റൊരാളുടെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മോശയുടെ തന്നെ ആദ്യ ഗ്രന്ഥമായ സൃഷ്ടിയുടെ പുസ്തകത്തിലെ വിവാഹത്തെ കുറിച്ചുള്ള വീക്ഷണമാണ് യേശു ഇവിടെ ഉദ്ധരിക്കുന്നത്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ വിവാഹത്തെ കുറിച്ച് പറയുന്ന കാര്യം ഇവിടെ എടുത്ത് യേശു പറയുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയിലെ പുരുഷനും സ്ത്രീയും തമ്മിൽ ഏക ശരീരമായി തീരുന്ന അനന്യമായ ഒരു ബന്ധമാണ് വിവാഹത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. പുരുഷനും സ്ത്രീയും ഒന്നായി തീരുന്ന, ഏക ശരീരമായി തീരുന്ന ഒരു വലിയ ബന്ധമാണ് വിവാഹത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഏക ശരീരമാവുക എന്നതിന്റെ അർത്ഥം അവർ ഒന്നായി തീരുകയാണ്. ദൈവിക പദ്ധതി അനുസരിച്ച് അവർ ഒന്നായതിനാൽ അവർക്ക് വേർതിരിക്കുന്ന വിവാഹമോചനം ഒരിക്കലും അനുവദനീയമല്ല. ദൈവമാണ് ഈ രണ്ടു കൂട്ടരെയും ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ യഹൂദരുടെ ഇടയിലെ ഇങ്ങനെ വിവാഹമോചനം അനുവദനീയമായിരുന്നില്ല. ഒരു വ്യക്തിയെ രണ്ടായി വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ് അവരുടെ ഇടയിലെ വിവാഹമോചനം. വിവാഹത്തോടെ ശാരീരികമായി ദമ്പതികൾ ഒന്നായി തീരുന്നതിനാൽ മരണം വഴിയുള്ള ശാരീരികമായ വേർപാടിലൂടെ മാത്രമേ ഈ ബന്ധത്തിന് മാറ്റം സംഭവിക്കുകയുള്ളൂ. അപ്പോ ഇത്രയ്ക്കും സ്ട്രോങ് ആണ് വിവാഹ ജീവിതത്തിലെ ബന്ധം. പക്ഷെ തീരെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ മോശ അവർക്ക് അങ്ങനെ ഒരു അനുവാദം കൊടുത്തു എന്ന് മാത്രം. അപ്പോ ഈശോ ആ വിവാഹ ബന്ധത്തിന്റെ അവിഭാജ്യതയെ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അടിസ്ഥാനത്തില് ഫരിസയരോട് വീണ്ടും പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതി എന്താണെന്ന് ഈശോ പ്രസ്താവിക്കുകയാണ്. വിവാഹ ബന്ധത്തിന്റെ അവിഭാജ്യതയെ പ്രഖ്യാപിച്ചുകൊണ്ട് വിവാഹത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം എന്താണ് ആഗ്രഹിച്ചതെന്ന് ഇവിടെ ഈശോ പുനഃസ്ഥാപിക്കുന്നു. വഴി പിഴച്ച ഒരു തലമുറയുടെ കാഠിന്യത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാരമ്പര്യങ്ങളിലൂടെ ഫരിസയർ ദൈവിക പദ്ധതി തകിടം മറിക്കുന്നു എന്നാണ് യേശുവിന്റെ വിമർശനം. അതായത് ദൈവം ഇങ്ങനെ അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണ്, ഒരു ശരീരമായിട്ടും ഒരു മനസ്സൊക്കെ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് വിവാഹം എന്ന കർമ്മത്തെ, പരിപാലനമായ കർമ്മത്തെ ആശീർവദിച്ചത്. എന്നാല് ഹൃദയ കാഠിന്യം കൊണ്ട് അവരെ പാരമ്പര്യങ്ങളിലൂടെ ഈ പാരമ്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ദൈവിക പദ്ധതിയേക്കാൾ പാരമ്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവര് ദൈവിക പദ്ധതിയെ തകിടം മറിക്കുന്നു. അപ്പൊ അതിനെ യേശുവിടെ ശക്തമായിട്ട് വിമർശിക്കുകയാണ്. 10:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഇത് യേശു പറയുന്നത് ഉൽപ്പത്തി 1:27, 2:24 ആധാരമാക്കിയിട്ട് നടത്തുന്ന ഒരു വിധി തീർപ്പാണ്. ദൈവിക പദ്ധതി അനുസരിച്ച് വിവാഹം വേർപ്പെടുത്താനാവാത്ത ബന്ധമാണ്. അതുകൊണ്ട് വിവാഹമോചനം പാടില്ല എന്ന് തന്നെയാണ് യേശു വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. 10:12 പറയുന്നുണ്ട്: ഇക്കാര്യത്തെ കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബാധകമാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും. വിവാഹമോചനം അനുവദനീയമല്ലെന്ന യേശുവിന്റെ നിലപാട് കേട്ടപ്പോൾ ശിഷ്യന്മാരില് തീർച്ചയായിട്ടും അത്ഭുതം ജനിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം അവർ സ്വകാര്യമായി യേശുവിനോട് ഇക്കാര്യം വീണ്ടും ചോദിക്കുന്നത്. ഭർത്താവിനോ ഭാര്യയ്ക്കോ വിവാഹബന്ധം ഏർപ്പെടുത്താൻ അവകാശമില്ലെന്ന് യേശു വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. കാരണം ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അവരുടെ ഇടയിൽ അത് കാണുന്ന ഒരു സംഭവമായിരിക്കാം. ഇങ്ങനെ പ്രശ്നങ്ങളുള്ളപ്പോൾ ഭർത്താവ് തന്റെ അധികാരം ഉപയോഗിച്ച് ഭാര്യയെ വേഷപത്രം കൊടുത്ത് മാറ്റും. അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഈശോ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് ദൈവിക പദ്ധതി എന്ന് എടുത്തു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവര് സ്വകാര്യമായിട്ട് ഈശോനോട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചില്ല. ഈശോ അവർക്ക് കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ വിവാഹം ബന്ധം ഏർപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്നുള്ളത്. ശിഷ്യത്വത്തിന് ആവശ്യമായ ജീവിതശൈലിയുടെ ഭാഗമാണിത്. ദൈവരാജ്യത്തിന് വേണ്ടി വിവാഹം തന്നെ ഒഴിവാക്കുന്നവരുണ്ട്, വിവാഹമോചനം ഒഴിവാക്കുന്നവരും യേശു വിഭാവനം ചെയ്യുന്ന പുതിയ സമൂഹത്തിലെ അംഗങ്ങളാണ്. രണ്ടു കൂട്ടരാണ്
ഈ ശിഷ്യത്വത്തിന്റെ ജീവിതശൈലിയില് ഈശോ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദൈവരാജ്യത്തിന് വേണ്ടി വിവാഹം ഒഴിവാക്കുന്നവര്, സമർപ്പിതര്, വൈദികരെല്ലാം അതിൽ പെടുന്നു. വിവാഹ മോചനം ഒഴിവാക്കുന്നവര്, അതായത് ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മളൊരു പ്രശ്നം വരുമ്പോഴേക്കും യൂസ് ആൻഡ് ത്രോ പോലെ ഇതിനെനിക്ക് വേണ്ട, ഞാൻ വേറെ ഒരെണ്ണത്തിന്റെ പിന്നാലെ പോവുകയാണ്. അല്ലെങ്കിൽ ഈ ദാമ്പത്യ ബന്ധത്തിലെ വിശ്വസ്ത പുലർത്താതെ ഭർത്താവിന് വേറെ ബന്ധവും ഭാര്യയ്ക്ക് വേറെ ബന്ധവും, അപ്പൊ ഇതിനിടയിൽ കിടന്ന് മക്കള് തിങ്ങി നിറങ്ങി വിഷമിക്കുകയാണ്. അല്ലെങ്കിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിനുള്ള ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും മനസ്സിലാക്കാതെ തങ്ങളുടെ കഴിവിലും മറ്റു പല ചിന്തകൾ കൊണ്ടും മറ്റു ചില ലക്ഷ്യം കൊണ്ടൊക്കെയും ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോഴും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മക്കള് ഇതിനിടയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. കുറച്ചുനാള് അപ്പന്റെ കൂടെ, കുറച്ചുനാൾ അമ്മയുടെ കൂടെ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഇല്ലാതെ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ മക്കളുടെ ഭാവി തന്നെ എന്തായിരിക്കും, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ വിവാഹ മോചനം അല്ലെ വിവാഹത്തിന്റെ പവിത്രത ഇവിടെ യേശു എടുത്ത് പറയുകയാണ്. വിവാഹ മോചനം ഒഴിവാക്കുന്നവരും യേശു വിഭാവനം ചെയ്ത പുതിയ സമൂഹത്തിനംഗങ്ങൾ. നമുക്കിത് അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷെ പ്രാർത്ഥന ഇതിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഹൃദയ കാഠിന്യമല്ല നന്മതന്മകളുടെ അളവുകോൽ. മനുഷ്യ ഹൃദയം കഠിനമായതുകൊണ്ട് ചില തിന്മകൾ ചില അളവ് വരെ അനുവദിക്കാമെന്ന കാഴ്ചപ്പാടും ശരിയല്ല. അപ്പൊ നമ്മുടെ ഹൃദയം വെച്ചിട്ടല്ല നമ്മൾ നന്മയും തിന്മയും അളക്കേണ്ടത്. അപ്പൊ പിന്നെ മനുഷ്യരുടെ ഹൃദയം കഠിനമാകുമ്പോൾ ചില തിന്മകൾ അനുവദിക്കാമെന്നുള്ളതും ശരിയായ കാഴ്ചപ്പാടല്ല. യേശുവിന്റെ ശിഷ്യത്വം കഠിന ഹൃദയർക്കുള്ളതല്ല, മാംസളമായ ഹൃദയത്തിന്റെ ഉടമകൾക്കുള്ളതാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 26:26 മാംസളമായ ഹൃദയത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിവാഹമോചനം സംഭവിക്കുമ്പോൾ അത് ഒരു കുടുംബത്തിന്റെ തന്നെ ദുരന്തമാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ വിവാഹമോചനം നടക്കുമ്പോൾ കുടുംബത്തിന്റെ ഒരു ദുരന്തം തന്നെയാണ് സംഭവിക്കുന്നത്. മക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ അത് കശക്കേറിയാണ്. ദമ്പതികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും കശക്കേറിയാണ്. അതായത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ വരുന്ന വഞ്ചന, ചതി, ഇതൊക്കെയും വരുമ്പോൾ അത് ദമ്പതികളെ ബാധിക്കുന്നു, കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. അപ്പോ ഒരു കുടുംബം തന്നെ ദുരന്തത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഈ സ്നേഹമില്ലാതെ വരുമ്പോൾ മക്കൾ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് വളരെ ശക്തമായ വേദനയാണ്. ഈ വേദന വെച്ച് അവർ വളർന്നു വലുതായി കഴിയുമ്പോൾ അവർ ഇതിനേക്കാൾ വേദന മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നു. അപ്പോ ഈ മക്കളെ വളർത്തേണ്ടത് ഹാൻഡിൽ വിത്ത് കെയർ, രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഇവിടെ നമ്മുടെ വാശിപ്പുറത്ത് ജീവിക്കേണ്ട ഒരു ജീവിതമല്ല ഇത്. വിവാഹമോചനത്തിന്റെ വക്കിലെത്തുമ്പോഴേക്കും ദമ്പതികൾ ഒരു പക്ഷേ പരസ്പരം അടുക്കാനാവാത്ത വിധം പരമാവധി അകന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകണേ അത് കിടക്കുന്നതിന് മുൻപ് അവസാനിപ്പിച്ചാലേ നമുക്ക് ഒരു എളുപ്പം ഉണ്ടായിരിക്കും. നമുക്ക് അകലാൻ എളുപ്പമാണ്, പക്ഷെ അടുക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ ഈ അകൽച്ച കൂടാതിരിക്കാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാര് ശ്രമിക്കണം. ഒപ്പം തന്നെ ഈ വിവാഹ ജീവിതം വളരെ ഉത്തരവാദിത്വപൂർണമായ ഒരു ജീവിതമാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട യേശുവിനോട് ചേർന്ന ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ വിവാഹ ജീവിതത്തില് അതിന്റെ പരിപൂർണതയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുമിച്ച് ജീവിക്കുക എന്ന അതിപ്രധാനമായ കല ശാസ്ത്രീയമായി പഠിക്കാനുള്ള സംവിധാനങ്ങള് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അടുത്ത അത് നമ്മൾ കാണുന്നത് ധനികനും ദൈവരാജ്യവും എന്നുള്ള ഭാഗത്തെ കുറിച്ചാണ്. ധനികനും ദൈവരാജ്യം, അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ടാണ് ചോദിക്കുന്നത്. അതായത് അവൻ യേശുവിനെ ആരാധിക്കുകയാണ്. ഇതൊരു ചോദ്യമാണ്. അവൻ യേശുവിനെ ഗുരു എന്ന് വിളിക്കുന്നു, നല്ലവനായ ഗുരു എന്ന് ചോദിക്കുന്നു. അവന്റെ ലക്ഷ്യം ഇതാണ്, നിത്യജീവൻ അവകാശമാക്കാൻ വല്ല സൂത്രവഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ യേശു അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? നിനക്കറിയാലോ ദൈവമല്ലാതെ നല്ലവനായിട്ട് മറ്റാരുമില്ല എന്നുള്ളത്. എന്നിട്ട് പറയാണ്, നിനക്ക് പ്രമാണങ്ങൾ അറിയാമെന്ന് ചോദിക്കുന്നു. എന്നിട്ട് പ്രമാണങ്ങളുടെ ഒരു ഓർഡർ ഇവിടെ ഈശോ പറയുന്നുണ്ട്.
കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പൊ അവൻ പറയാണ് ചെറുപ്പം മുതൽ ഇവയെല്ലാം അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഈശോ ഇവിടെ പറയുന്ന വിവാഹമോചനത്തിന്റെ ഓർഡർ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓർഡറാണ്. ദൈവത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈശോ ഒരു പക്ഷേ അവൻ എങ്ങനെ ഈ 10 പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഈശോ ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോ ഈശോ അവനോട് പറയാണ്, സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. നോക്കുക, ഈശോയുടെ മുന്നിലെ അവൻ ഇങ്ങനെ നിത്യജീവൻ ചോദിച്ചു, പ്രമാണങ്ങളെ പറ്റി വേറെ തരത്തിൽ അവൻ അനുസരിച്ചാലും ഈശോ എപ്പോഴും സ്നേഹിക്കുന്നവനാണ്. അപ്പൊ അവനെ സ്നേഹപൂർവം കടാക്ഷിച്ചുകൊണ്ട് പറയാണ്, നിനക്ക് ഒരു കുറവുണ്ട്. ഈ ഇത് കേട്ട് പിന്നെ വന്നിട്ട് എന്നെ ആ കുറവ് എന്താന്ന് വെച്ചാല്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിരിക്കും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ പോയി എന്ന് പറയുന്നത്. യേശു സ്നേഹപൂർവം അവനെ നോക്കിയെങ്കിലും അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന്റെ ഹൃദയം ഈ സമ്പത്തിലായിരുന്നു, അല്ലാണ്ട് ദൈവത്തിലൊന്നും ആയിരുന്നില്ല. അപ്പൊ നമ്മുടെ ഹൃദയം വെക്കേണ്ടത് ദൈവത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ ദൈവം നമ്മളെ സ്നേഹപൂർവ്വം കടാക്ഷിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ യേശു വീണ്ടും പറയാണ്, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവന്റെ വാക്കുകേട്ട് ശിഷ്യന്മാര് വിസ്മയിച്ചു. യേശു അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതായത് സമ്പത്ത് തന്റെ ഹൃദയം സമ്പത്തിൽ പൂർണ്ണമായിട്ടും വെക്കുന്നവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വിഷമം തന്നെയാണ്. ഈശോ പറയും, നിങ്ങളുടെ ഹൃദയം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിങ്ങളുടെ നിക്ഷേപം. നമ്മുടെ ഹൃദയം നമ്മൾ വെക്കേണ്ടത് ദൈവത്തിലാണ്. എന്നാൽ നമുക്ക് പലതരം സമ്പത്തുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ കഴിവുകൾ ഉണ്ടായിരിക്കും, പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സമ്പത്ത് ദൈവം ഓരോരുത്തർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സമ്പത്ത് ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ ഈ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ദൈവത്തിന്റെ അനുഗമിക്കാനും ദൈവത്തിന്റെ സ്നേഹപൂർവമായ കടാക്ഷം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കാതെ വരികയാണ്. അപ്പൊ ഈശോ വീണ്ടും പറയാണ്, മനുഷ്യനെ ഈ സമ്പത്ത് ഉപേക്ഷിക്കാൻ അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. 10:27 നമ്മളത് കാണുന്നത്, നമ്മുടെ ഈ സമ്പത്ത്, കഴിവ്, പൈസ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങള്, മറ്റുള്ളവരോട് കാണിക്കേണ്ട കാര്യങ്ങള്, ഇതൊക്കെയും ചെയ്യാനായിട്ട് എന്റെ സ്വാർത്ഥത ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല, ദൈവത്തിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈശോ പറയാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഹം വെടിയണമെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറയാണ്, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും സഹോദരന്മാരെയും സഹോദരിമാരെയും മാതാവിനെയും മക്കളെയും വയലുകളെയും ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുക, അതായത് 100 ഇരട്ടി ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ അതോടൊപ്പം പറയാണ്, പീഡനങ്ങളും നമ്മൾക്ക് കൂടെ ഉണ്ടായിരിക്കും. ഈ ഈശോയെ അനുഗമിക്കുമ്പോൾ പീഡനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ വിഷമിക്കേണ്ട, ഈശോ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ ലഭിക്കുന്നു. അങ്ങനെ മുൻപന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാരിൽ പലരും മുൻപന്മാരുമായിട്ട് തീരും. അപ്പോ ഞാൻ ഈശോയെ അനുഗമിക്കണമെങ്കിൽ എന്റെ അഹത്തെ ഉപേക്ഷിക്കണം, എന്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഈ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമുക്ക് സ്വയം സാധിക്കുകയില്ല, ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. ഈശോ എന്നെ ഓരോ നിമിഷവും സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞ ശിഷ്യന്മാർക്ക് അല്പം മനസ്സിലായി. പിന്നീട് ഈശോ തന്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് 3-ാം പ്രാവശ്യം പ്രവചിക്കുകയാണ്. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. ജെറുസലേമിലേക്കുള്ള വഴിയെ വെച്ചാണ് ഇത് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, പിന്നീടുള്ള സബദി പുത്രന്മാരുടെ അഭ്യർത്ഥനയുടെ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, അവർക്ക് ഈശോ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അവര് വീണ്ടും വേറെ പല കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കാനും, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുപോലെ വിവാഹ ജീവിതം പവിത്രമായ ജീവിതമാണെന്നും
ഇത് ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമാണെന്നും ഇതിന് ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടെന്നും അതിനേക്കാൾ ഉപരിയായി ഇത് ഈശോയോടൊത്ത് ജീവിക്കേണ്ട ഒരു ജീവിതമാണെന്നും ഭാര്യയും ഭർത്താവും ദാമ്പത്യ ജീവിതത്തിലെ പരിപൂർണമായ വിശ്വസ്ത പുലർത്തേണ്ട ഒരു ജീവിതമാണ്. അതിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുഞ്ഞുങ്ങളെ വളരെയധികം ബാധിക്കും. ഒപ്പം നമ്മൾ മനസ്സിലാക്കണം, കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവ് മക്കൾ മാത്രമല്ല, ഭർത്താവിന്റെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും ഭാര്യയുടെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും സമൂഹമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബന്ധങ്ങൾക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പവിത്രമായ ഒരു ബന്ധം യേശുവിനോട് ചേർന്ന് ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ കണ്ടത് ദേവരാജും ധനികരും ദേവരാജും എന്റെ സമ്പത്ത് ഉപേക്ഷിക്കണമെങ്കിൽ പലതരം സമ്പത്തുകളുണ്ട്. ഈശോയ്ക്ക് ഹൃദയത്തിൽ പരമമായ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തില് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാനും വിവാഹ ജീവിതം നയിക്കുന്നവർ വിവാഹത്തിൻ്റെതായ പവിത്രത കാത്തു സൂക്ഷിക്കുവാനുമായി ഈശോയെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.